Hello guys, today ഞാനൊരു ഫിസിക്സ് കോൺസ്പിരസി തിയറി പൊട്ടിക്കാൻ പോവാണ്. A guy called Galileo claimed that എല്ലാ ഒബ്ജക്ട്സും regardless of its weight ഒരേ ടൈമിലാണ് താഴെ വീഴുന്നതെന്ന്. Let's test it guys. See, rock already താഴെ എത്തി. The feather is still floating around the town. So the weight of the object matters. വെയിറ്റുള്ള objects will reach faster. ഗോപു ഉത്സാഹത്തോടെ റെക്കോർഡിങ്ങിലായിരുന്നു. ഇതും കണ്ടുകൊണ്ടുവന്ന അപ്പുവും ഋതുവും പരസ്പരം അമ്പരന്ന് നോക്കി. നിന്റെ എക്സ്പെരിമെന്റ് ഒക്കെ കൊള്ളാം, ബട്ട് റീസണിംഗ് ആണ് പ്രശ്നം. ഫെദർ താഴെ വീഴാൻ വൈകുന്നതിന് കാരണം അത് വെയിറ്റ് കുറവായതല്ല. ഫെദർ എക്സ്പീരിയൻസ് ചെയ്യുന്ന എയർ റെസിസ്റ്റൻസ് അതിന്റെ വെയിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലായതാണ് ഇതിന് കാരണം. കൂടാതെ ഫെദറിന്റെ സർഫസ് ഏരിയ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോൾ റോക്കിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. അപ്പോൾ എയറിന്റെ ആക്ഷൻ ഫെദറിന് കൂടുതലാകും. റോക്കിന് ഫോളിന്റെ ഡയറക്ഷനിലുള്ള സർഫസ് ഏരിയ കുറവായതുകൊണ്ട് എയറിനെ കട്ട് ത്രൂ ചെയ്ത് വരാൻ പറ്റുകയും ചെയ്യും. സോ റോക്ക് വേഗം താഴെ എത്തി, ഫെദർ പതുക്കെയും. ദാറ്റ്സ് ഓൾ. അപ്പോൾ എയർ ഇല്ലാത്ത സ്ഥലത്താണെങ്കിലോ? ഐ മീൻ ഫ്രീ സ്പേസിൽ? ഒബ്വിയസ്ലി രണ്ടും ഒരേ സമയത്തെത്തും. സിൻസ് ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഗ്രാവിറ്റി ആയതുകൊണ്ട് ഈ ഒബ്ജക്ട്സ് ഫ്രീ ഫോളിലാണെന്ന് പറയാം. ഇവിടെ എയർ ഇല്ലാത്തത് കൊണ്ട് ലൈറ്റർ ഒബ്ജക്ട്സിനെ ആരും സ്ലോ ഡൗൺ ചെയ്യില്ല. അപ്പോൾ വെയിറ്റ് മാറ്റർ ചെയ്യുന്നില്ല? കഷ്ടപ്പെട്ട് ജിമ്മിൽ പോയി മാസ് കൂട്ടുന്നവർക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല. പക്ഷേ യു സെഡ് ഏർലിയർ മാസ് കൂടിയാൽ ഫോഴ്സ് കൂടുമെന്ന്. അതെ, ഫോഴ്സ് കൂടും, ബട്ട് സ്റ്റിൽ ആ ഫോഴ്സ് വലിയ മാസുള്ള ഒബ്ജക്റ്റിനെ പുൾ ചെയ്യണ്ടേ? So the effect will cancel out and both objects will reach at the same time. For example, consider a ana and a pena dropping from a building, and ഈ ബിൽഡിംഗ് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത വാക്വമുള്ള എർത്തിലാണെന്നും വിചാരിക്കും. നീ പറഞ്ഞ പോലെ ആനയുടെ മേലെയുള്ള എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടുതലാവും, കാരണം മാസ് ഓഫ് ആന കൂടുതലാണല്ലോ. പേനയുടെ കേസിലോ, പെൻ ഹാസ് എ സ്മോളർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ദാൻ ആന. ആനയുടെ കേസിലെ വലിയ ഫോഴ്സ് ആദ്യം അതിൻ്റെ വലിയ മാസിനെ ഡീൽ ചെയ്ത് താഴേക്ക് എത്തിക്കണം. പേനയുടെ കേസിലെ ഫോഴ്സ് ചെറിയ മാസിനെയേ ഡീൽ ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഈവൻ ഇഫ് ഇവിടെ ഫോഴ്സ് കുറവാണെങ്കിലും ഇറ്റ് വിൽ റീച്ച് അറ്റ് ദ സെയിം ടൈം ആസ് ആന. രണ്ടും ഒന്നിച്ചെത്തിയില്ലെങ്കിലോ? എത്താതിരിക്കാൻ ഒരേ ഒരു പോസിബിലിറ്റിയേ ഉള്ളൂ. നീ എർത്തിൽ ക്രിയേറ്റ് ചെയ്ത ആ വാക്വം ഇല്ലേ, അത് നിന്നെപ്പോലെ തന്നെ ഉഡായിപ്പായിരിക്കും. പോടി. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് നിർത്തിയിട്ട് വാടാ. അടുത്ത വീഡിയോ കാണാൻ മറക്കല്ലേ കൂട്ടുകാരെ. അതുവരേക്കും ബൈ.